എനിക്ക് പണ്ട് ഭയങ്കര അൺകംഫർട്ടബിൾ, ഇപ്പോഴും എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു കാര്യമാണ് സ്ലീവ്ലെസ് ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ പണ്ട് ജീൻസൊക്കെ ഇട്ടെങ്കിലും ഷർട്ടൊക്കെ ആയിരുന്നു ഇടുന്നത് കേട്ടോ. എനിക്ക് ഈ ക്രോപ്പ് ടോപ്പൊക്കെ ഇറങ്ങിയ സമയത്ത് അത് ഇടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എൻ്റെ ഹസ്ബൻഡാണ് എന്നെ കൂടുതലും ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ എന്നെ കൂടുതലായിട്ടും പുഷ് ചെയ്തത്. അതിനെന്താ, അത് നല്ലതല്ലേ, അത് ഇട്ടു. ഇപ്പം ഞാൻ ക്രോപ്പ് ബനിയനും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും ചില ഡ്രസ്സ് ഇടുമ്പോൾ ഒരു അൺകംഫർട്ടബിൾ ഫീല് തോന്നാറുണ്ട്. അത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു രീതി. എൻ്റെ അമ്മയൊക്കെ എന്നെ വീട്ടിൽ പോകുമ്പോൾ ഈ ഷാൾ ഇതിങ്ങനെ വൺ സൈഡ് ഇടാൻ പോലും സമ്മതിക്കില്ല, ഇങ്ങനെ ഇടണം, ഇങ്ങനെ ഇട്ടിട്ട് പുറത്ത് പോകണം എന്നായിരുന്നു നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ആ ഒരു ഇൻസ്ട്രക്ഷനോടെയാണ് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലുന്നത്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഷാൾ ഇടാതെ പുറത്തിറങ്ങുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ്. കാരണം ആ ഒരു ടൈമിലാണ് നമ്മൾ കുർത്തയും ലെഗിങ്സും ഒക്കെ വരുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എനിക്കൊരു കോൺഫിഡൻസ് തന്നത്. ഇങ്ങനെ ഇങ്ങനെ പോയാൽ മതി, ഇതിൽ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് ബാക്ക് ബോൺ തരാനുള്ള ഒരാൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിലുണ്ടല്ലോ, സൂപ്പറാണ്. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കുറച്ചും കൂടി മോഡേൺ ആയതും പല കാര്യങ്ങളിലും ഞാൻ ഇംപ്രവൈസ് ചെയ്തതും ആഫ്റ്റർ മാരേജിന് ശേഷമാണ്. പല കാര്യങ്ങളിലും എനിക്കൊരു എന്താ പറയുന്നത്, ഒരു ഫിയർ ഉണ്ടായിരുന്നു. എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഞാനിത് ഇട്ടാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, എല്ലാവരും എന്നെയാണോ നോക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പം നെവർ മൈൻഡാണ്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിനില്ലാത്ത കുഴപ്പം ആർക്കാണ്, അങ്ങനെയാണ് ഞാൻ ചിന്തിക്കാറുള്ളത് കേട്ടോ. പക്ഷെ അങ്ങനെ ഒരു ബാക്ക് ബോൺ തരുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.